സച്ചി അവിടെ നിന്ന് കരയുമ്പോൾ കൂട്ടുകാരൻ വന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. സച്ചി പറയും രേവതിയെ പരിചയമുള്ള വീട്ടിലൊക്കെ പോയിട്ടൊന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കും. കൂട്ടുകാരൻ പറയും അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞു പരത്തും. കൂട്ടുകാരൻ പറയും രേവതി വരും, നീ വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറയും. സച്ചി വീട്ടിലെത്തി രേവതിയെക്കുറിച്ച് ഓർത്ത് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് അവിടെ അലമാരയിൽ എന്തോ വയ്ക്കുന്ന രേവതിയാണ് സച്ചി കാണുന്നത്. ഇത് കാണുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരും. സച്ചി ചോദിക്കും ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അച്ഛൻ പറയും നീ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ, അവൾ വന്നതെന്ന് പറയാൻ വേണ്ടി നിന്നെ ഞാൻ കുറേ പിടിച്ചു, പക്ഷെ നിന്നെ കിട്ടിയില്ല എന്ന് പറയും. സച്ചി പിന്നെയും ചൂടാവാണ്. എന്നിട്ട് രേവതി അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങും. അമ്മയെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം കിട്ടിയാലേ ഇവൾ പഠിക്കുമെന്നൊക്കെ പറയും. പക്ഷേ സച്ചി അടിക്കില്ല, ഇങ്ങനെ കൈ നിർത്തുകയുള്ളൂ. എന്നിട്ട് സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ച ഒരൊറ്റ കരച്ചിലാണ്. സച്ചി രേവതിയോട് ഞാൻ ഭയന്നു പോയി എന്നൊക്കെ പറയും. നിന്നെ തിരഞ്ഞ് ഞാൻ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പോയിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് വരെ കൊടുത്തു ഞാൻ. ശ്രുതി വയ്ക്കും അതിനുവേണ്ടി ടെൻഷൻ അടിക്കാൻ ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? സച്ചി വയ്ക്കും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവളില്ലാതെ ഞാൻ ഈ വീടിൻ്റെ മൂലയ്ക്ക് വന്ന് കുത്തിരിക്കണോ? രേവതി സച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ സച്ചി പറയും നിന്നെ കാണുന്നത് വരെ എനിക്ക് ജീവനുണ്ടായിരുന്നില്ല രേവതി, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അമ്മ പറയും നിങ്ങൾ തലേന്ന് താഴെ ഇറക്കാത്ത മരുമോളല്ലേ, അവൾക്ക് നിങ്ങളൊന്നും ഒരു പേടിയില്ല, അതാ അവൾ തോന്നുമ്പോൾ ഇറങ്ങി വരികയും ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ പറയും സച്ചിയുടെ അടുത്തും തെറ്റുണ്ട്, അവനെങ്ങനെ പറയരുതായിരുന്നു, പക്ഷെ നീ വീട് വിട്ട് പോയത് ശരിയായില്ല. ശ്രീകാന്ത് പറയും ഏടത്തി നിങ്ങൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ കച്ചറ കൂടുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഏടത്തി ഫേസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എന്തിനാ വീട് വിട്ട് പോയതെന്ന് ചോദിക്കും. രേവതി അല്ല ശ്രീകാന്ത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും അവൾ വീട് വിട്ട് പോയതൊന്നുമല്ല, അവൾ ചുറ്റാൻ പോയതായിരിക്കും. സാധാരണ അവൾ രാവിലെയാണ് പോവാറ്, ഇന്ന് രാത്രി പോയി ഒരു സിനിമയൊക്കെ കണ്ടിട്ടായിരിക്കും വരുന്നതെന്ന് പറയും. രേവതി എണീറ്റിട്ട് ചോദിക്കും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ, ഇനി ഞാൻ പറയട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ വീട് വിട്ട് പോയോ? ഇനി പിണങ്ങി പോയി എന്ന് കരുതാ, ഞാൻ ഈ വീട്ടിലേക്ക് പിന്നെ വരുമോ? അച്ഛൻ ചോദിക്കും പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കും. രേവതി രാവിലെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി ഓട്ടോയിൽ വരും. എന്നിട്ട് പറയും നാളെ ഉത്സവമാണ്, അതിന് പൂ കെട്ടാൻ നീ കൂടെ ഉണ്ടായിരുന്നേ സുഖമായിരുന്നു, രണ്ടാൾക്കാരുടെ പണി നീ ഒറ്റയ്ക്ക് ചെയ്യല്ലോ എന്നൊക്കെ പറയും. നിന്നെ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്ന് പറയും. രേവതി പറയും എന്നാൽ ഞാനൊന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. എന്നിട്ട് രേവതി പറയണോ പറയണ്ടേ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ.